ഗൈസ്, നമ്മിന്ന് കസിൻസ് ഒക്കെ കൂടിയപ്പോ നമുക്ക് പിസ്സ തിന്നാനൊരു പൂതിയായി. അപ്പൊ നമുക്കത് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ബാ. കട്ടിങ്ങിന്റെ പരിപാടി അവർ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. സവോളയും ക്യാപ്സിക്കവും മല്ലിയിലേക്ക് അവർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചിക്കന് മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറി മസാലപ്പൊടി, വിനേഗർ എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. പിസ്സ തിന്നാനായിട്ട് മുട്ടി നിൽക്കണമെന്ന് അങ്ങോട്ട് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കുന്നില്ല കേട്ടോ. നേരെ ചിക്കൻ ഫ്രൈ ചെയ്യാനിടണേണ്. പക്കാ പിസ്സ ലവേഴ്സ് ആയത് കാരണം ഇന്നത്തെ പരിപാടിക്ക് നമ്മുടെ ചെക്കന്മാരും കട്ടയ്ക്ക് കൂടെയുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പിസ്സയുടെ ബാറ്റർ നമുക്ക് ആദ്യം തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതേസമയം കുറച്ച് ബ്രെഡ് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് പൊടി മുട്ടയിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ കുറച്ച് വെച്ചിട്ട് വേണം മുരിക്കാൻ. ഇതിപ്പോ മുരിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് പിസ്സ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. ഇത് എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിസ്സക്കപ്പൊ നമ്മുടെ മക്കള് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അത് കോരി മാറ്റാം. എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. നമുക്ക് പിസ്സ സോസ് പ്രിപ്പയർ ചെയ്യാം. അതിന് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഒറിഗാനോ ഇപ്പൊ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ പാനിൽ ഒഴിച്ച് വെച്ചിരുന്ന പിസ്സയുടെ ബാറ്റർ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കത് മറിച്ചിടാം. ശേഷം കുറച്ച് പിസ്സ സോസ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച സവാള, ക്യാപ്സിക്കം, മല്ലിയില, പുതിന എന്നിവ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിള്ളേർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതിനുശേഷം 2 സ്ലൈസ് ചീസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. 2 സ്ലൈസ് ചീസും കൂടി ഇട്ടിട്ട് ഇത്തിരി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. സ്മെല്ലൊക്കെ വരുന്നത് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയി തോന്നുന്നു. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കഴിക്കാട്ടാ.